അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഫസ്റ്റ് ട്രേഡ് വരുന്നത് ഇതാ ഇവിടെയും 20 EMAയിലോട്ട് ടച്ച് ചെയ്തിട്ടില്ല, ഓൾമോസ്റ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രീമിയം ചാർട്ടിൽ 20 EMAയുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് ഇവിടെയും ഈ ക്യാമറയിൽ R3 ബ്രേക്ക് ചെയ്ത് വീണ്ടും R3ലോട്ട് വരികയാണ്. അപ്പോൾ അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിന് മുമ്പേ ഇവിടെ ഒരു റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാമറയിൽ R3 9 EMA ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ കൺസിഡർ ചെയ്യാം. പിന്നെ അതുപോലെ പിന്നെ എൻട്രി വരുന്നത് ഇതാ ഇവിടെയും ക്യാമറയിൽ R3 20 EMA ഒരുമിച്ച് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സ്കാൽപ്പിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. താഴത്തോട്ട് വീഴുമെന്നുള്ള ഒരു വ്യൂ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ വരുന്നത് ഇത് ഇവിടെ 200 EMA ടച്ച് ചെയ്യാതെയാണ് മുകളിലോട്ട് പോകുന്നത്. പിന്നെ നല്ലൊരു എൻട്രി വരുന്നത് ഇവിടെ ക്യാമറയിൽ R3 റിജക്റ്റ് ആയിട്ട് 20 EMA ബ്രേക്ക് ചെയ്യും. സോ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാൽ ഹയർ ലെവലിൽ നിന്ന് റിജക്ഷൻ കിട്ടിയിട്ട് 20 EMA ബ്രേക്ക് ചെയ്യാണ്. പിന്നെ ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അടുത്തൊരു എൻട്രി പ്ലാൻ ചെയ്യാം. പിന്നെ 200 EMA ബൗൺസ് ചെയ്യുന്നുണ്ട്, നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നല്ലൊരു എൻട്രി വരുന്നത്. 200 EMA 9 EMA ഒരു റിജക്ഷൻ വരുന്നുണ്ട്. ഇവിടെ നല്ലൊരു പോയിന്റ് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇതൊക്കെയാണ് മെയ് 15നുള്ള ചാൻസും കാര്യങ്ങളൊക്കെ വരുന്നത്.